ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും കാശിക്കുട്ടനും കൂടി കുറച്ച് ദിവസം കൊണ്ടേ ഞങ്ങളെ വീഡിയോ ഒന്നും ഇടുന്നില്ല. കാശിക്കുട്ടന് 3 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു, പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ബാക്കിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ മുകളിൽ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ഞങ്ങൾ പൊങ്കാല, ഇന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് ആറ്റുകാൽ വരെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് എല്ലാ വിധ സൗകര്യങ്ങളും അണ്ണന് ചേച്ചി ചെയ്തു തന്ന് ഞങ്ങൾ അവിടെ പൊങ്കാല ഇടുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇതാ പൊങ്കാലയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്ത് കണ്ടോ. ഇതെല്ലാ സൗകര്യവും അവർ ചെയ്തു തരും. ആറ്റുകാൽ അമ്മയ്ക്ക് തിരികൊളുത്തുന്ന അവിടെ പൊങ്കാലയ്ക്ക് തിരികൊളുത്തുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങളും ഇവിടെ തിരികൊളുത്തുന്നത്. ഇവിടെയും ചെറിയൊരു ഭണ്ഡാര അടുപ്പ് ചേച്ചി സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കണ്ടോ, ഭണ്ഡാര അടുപ്പിൽ തിരികൊളുത്തുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് എല്ലാവരും അവർ കണ്ട തിളച്ചു, അരിയൊക്കെ ഇട്ട് തിളച്ചു. ഈ മോള് അവൾ ആദ്യമായിട്ട് പൊങ്കാല ഇടുകയാണ്. അടുത്ത് ഒരു കുഞ്ഞു വാവ പൊങ്കാല അടുപ്പിൽ അരി വാഴിയിടുന്നു. 3 പ്രാവശ്യം ഇടണമെന്നാണ് ആചാരം. 3 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞു. അടുത്ത് മണ്ടപ്പുറ്റിൻ്റെ നേർച്ച എല്ലാവർക്കും അറിയാം. നമുക്ക് തലവേദനയോ എന്തെങ്കിലും നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വന്നാൽ നമ്മളോട് മണ്ടപ്പുറ്റ് നേരും. അങ്ങനെ ഒരു ആചാരാനുഷ്ഠാനമുണ്ട്. അങ്ങനെ പൊങ്കാലയെല്ലാം തിളച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല എല്ലാ പൊങ്കാലകളും അങ്ങനെ തന്നെ തിളച്ച് ഒപ്പത്തിനൊപ്പം നിന്ന് തിളച്ച് മറിയുകയാണ്. തിളച്ച് മറിഞ്ഞിട്ടേ നമ്മളത് ചട്ടുകൊട്ട് കലക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളെ ചെമ്പകമംഗലം ദേവീക്ഷേത്രത്തിലെ ഘോഷയാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അന്നദാനം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പൊങ്കാല കഴിഞ്ഞാൽ ഉടൻ തന്നെ അന്നദാനം നമുക്ക് നൽകും. ഇതെല്ലാം അവിടുത്തെ അണ്ണനും ചേച്ചിയാണ് ഞങ്ങൾക്ക് ഇതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്ന് ഞങ്ങൾക്ക് അന്നദാനം വരെ ഒരുക്കി തരും. എല്ലാ വർഷവും അങ്ങനെയാണ്. ഞങ്ങൾക്ക് എല്ലാ കൂട്ടാങ്ങളും വെച്ച് ഞങ്ങൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കി തരും. പിന്നെ ഞങ്ങൾ തലേ ദിവസമേ പോയി ചേച്ചി എല്ലാത്തിനും സഹായിക്കും. ഈ വർഷം ഞാൻ പോയില്ല കേട്ടോ. കാരണം കാശിക്കുട്ടന് പനിയായതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. മാങ്ങ അച്ചാർ എല്ലാം ഉൾപ്പെടെ നല്ല നല്ല ടേസ്റ്റാണ് ചേച്ചിമാർ വയ്ക്കുന്നത്. ഇനി അടുത്ത് നമ്മളിതാ നിവേദ്യത്തിനുള്ള സമയമായി. നിവേദ്യം കഴിഞ്ഞ് അമ്മേ നാരായണ ദേവീ നാരായണ.